ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങളൊരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊരു വീഡിയോ സെറ്റ് ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കട്ട സപ്പോർട്ടിന് വൈകിയും കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള തീരുമാനത്തിൽ വന്നിരുന്നപ്പോഴാണ് ആൻറ്റിയും കൂടി കൂടെ വന്നത്. ആൻറ്റി പറഞ്ഞു എങ്കിൽ ഞാനും കൂടി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ആൻറ്റി അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ ഹെയറിൻ്റെ ഒരു പരിചരണത്തിലാണ് ഉള്ളത്. അപ്പോൾ ആൻറ്റി അവിടെ വന്നിരുന്ന് മുടിയൊക്കെ കുറേ എനിക്ക് മൈലാഞ്ചിയൊക്കെ തേക്കാനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻറ്റീൻ്റെ മുടിയും കുറേയൊക്കെ പോയി. ഇപ്പോൾ എൻ്റെ ഹെയറിലാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ മൈലാഞ്ചി തന്നെ ഞാൻ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മിക്സിയിൽ അരച്ച് ഇട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന മൈലാഞ്ചി പൊടിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അതിൽ എത്രമാത്രം കെമിക്കലുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഒറിജിനലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ മൈലാഞ്ചി ഇല തന്നെ അരച്ചിട്ട് അതിൽ ഇതിൽ ഈ നീലയമരിയില്ലേ, ആ നീലയമരിയും കൂടി മിക്സാക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തേക്കുന്ന സമയത്ത് തന്നെ ആൻറ്റി എന്നോട് പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ആൻറ്റിക്ക് വിട്ടുകൊടുത്തു. ആൻറ്റി കുറച്ചൊക്കെ എൻ്റെ തലയിലൊക്കെ ഉരച്ച് തന്നു. എനിക്ക് ഫുള്ളായിട്ടൊന്നും തേച്ച് തരാനൊന്നും അറിയില്ല, എങ്കിലും പറ്റുന്ന പോലെ ആൻറ്റി കുറച്ചൊക്കെ എൻ്റെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് തന്നു. വൈകുണ്ടെങ്കിൽ വൈകുവാണ് അതൊക്കെ ചെയ്ത് തരുക. ഒറ്റക്കാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്യണം. പക്ഷെ വൈകുള്ളപ്പോൾ വൈകു ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇപ്പോൾ വൈകു വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്തു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി എനിക്ക് കുറച്ചൊക്കെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് തന്നു. അത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടി പോയി. ഒരുപാട് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റേതും മോളതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പോയി വന്നതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് അലക്കി വെക്കാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അലക്ക കഴിഞ്ഞ് ആ തുണിയൊക്കെ ആറിയിട്ടു. വൈകും കൂടി കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം വാഷിങ്ങൊക്കെ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയി. മൈലാഞ്ചി തേച്ച് വെച്ചിട്ട് തന്നെയാണ് അപ്പോഴും ഉള്ളത് കേട്ടോ. 2 മണിക്കൂർ കഴിയണമല്ലോ കുളിക്കാൻ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡോറക്കുട്ടീൻ്റെ ഒരു കാര്യമാണ്. അതായത് ഡോറക്കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. 1 മാസം മുന്നേ പോകേണ്ടതായിരുന്നു, പക്ഷേ പോകാൻ വേണ്ടി സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ഏതായാലും നമ്മുടെ ഡോറക്കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളുള്ളത്. വൈകി ഡോറയെ പുറത്തിറക്കാൻ വേണ്ടി പോവാം. ഡോറ ഇതാ നല്ല ഹാപ്പിയിലാണ് ഉള്ളത്, കണ്ടില്ലേ? വാലൊക്കെ ആട്ടി പുറത്തേക്ക് തുള്ളാനൊരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഡോറ പുറത്തിറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ കുറേ സമയത്തേക്ക് പിന്നെ ഭയങ്കര ചാട്ടവും തുള്ളലും പെടപ്പൊക്കെ ആയിരിക്കും. കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങി ഉടനെ തന്നെ. റോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലാത്ത കേസിൽ ഇറക്കി കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് നിന്നോളും പുള്ളിക്കാരത്തി. പക്ഷേ റോപ്പ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. കാരണം നമുക്കിവിടെ കോമ്പൗണ്ട് എന്ന് പറയാനില്ല. ഇവിടെ ഗേറ്റോ കോമ്പൗണ്ട് കാര്യങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് ഡോറെ ഫ്രീ ആയിട്ടും വിടാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഇല്ല. ഞങ്ങളേതായാലും പുറപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ വണ്ടി ഇവിടെയല്ല കേട്ടോ ഉള്ളത്, വണ്ടി കുറച്ച് അടുത്ത വീട്ടിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കല്ലൊക്കെ പറിച്ച് ഇളക്കി മൊത്തം മണ്ണൊക്കെ കോരി കുറച്ച് കുഴിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ട് ഞാനും വൈകിയും ഡോറയും കൂടി അങ്ങോട്ടേക്ക് നടന്നിട്ട് പോവുകയാണേ. ഡോറ നല്ല ഉഷാറിൽ ഓടുന്നുണ്ട്. ഇനി പുള്ളിക്കാരത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് കണ്ടറിയണം. ഇതാണ് ഞങ്ങളുടെ റോഡ്. ഈ റോഡിൻ്റെ 2 സൈഡിലും പണ്ടൊക്കെ ഒരുപാട് ഫുൾ കാടായിരുന്നു. ഇപ്പോൾ കാണുന്ന പോലെ നല്ല കേട്ടോ. ഈ റോഡൊക്കെ ഇപ്പോൾ റോഡ് ഈ കുന്നൊക്കെ ഇടിച്ച് ആ കുന്നിൻ്റെ നടുവിലേക്കിടി വന്ന റോഡാണ് കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് വെച്ചാൽ ഈ കാണുന്ന റോഡൊന്നും റോഡായിട്ടുണ്ടായിരുന്നില്ല. ഈ കല്ലൊക്കെ ഇട്ട് ചെറിയ കുന്നായിരുന്നു. പണ്ടൊക്കെ വരാൻ ഇങ്ങനെ റോഡില്ലാത്തതുകൊണ്ട് കുന്നിറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് റോഡൊക്കെ വന്നത്. ഈ കാണുന്ന കാടൊന്നും അല്ല മുമ്പ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ കുറേ കാടൊക്കെ പോയി ഇവിടെ വീടൊക്കെ വരാനുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ കൂടി വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ കാണുമ്പോൾ തന്നെ പേടിയാവും. പക്ഷേ ഇപ്പോൾ കുറേ വീടുകളൊക്കെ വന്നതുകൊണ്ട് അത്ര ഒന്നും പേടിയാവാനൊന്നുമില്ല. എന്നാലും രാത്രിയിലൊക്കെ സന്ധ്യക്കൊക്കെയാണ് വരുന്നെങ്കിൽ അറിയാത്തവർക്കൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു പേടിയുണ്ടാവും. ഫുള്ളൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും. കാടിൻ്റെ നടുവിലൂടെ വരുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത് അടുത്ത വീട്ടിലെത്തി. ഈ ഒരു വീട്ടിലെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ വീട്ടിൽ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ ചേച്ചീൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചതാണ്. അവിടെ ചേച്ചിയും ചേട്ടനും ഉണ്ടെന്ന് തോന്നുന്നു, വീട്ടിനകത്താണ് ഉള്ളത്. ഞങ്ങളവിടെ പുറത്ത് വണ്ടി വെച്ച് അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡോറൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഡോറ അവിടെ പുറത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് ആസ്വദിക്കുന്നുണ്ട്.
ഡോറക്ക് വെള്ളം വേണം തോന്നുന്നു, പക്ഷേ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വിട്ടുപോയി. കുപ്പിയിൽ കരുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എടുത്തില്ല. എന്തായാലും അതിന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു വൈകു. അപ്പോൾ വണ്ടി ഇനി എടുക്കണം, പക്ഷെ അതിന് മുന്നേ ഈ ഡോറേനെയും വൈകിനും കൂട്ടാൻ വേണ്ടി ഓട്ടോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഓട്ടോ വന്നാലേ എനിക്കും പുറപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നൊക്കെ കുന്നാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പെരുമ്പാമ്പ് വരെ ഉണ്ട്, മയിലുണ്ട്, അതുപോലെ തന്നെ മുള്ളമ്പന്നി ഉണ്ട്, പെരുമ്പാമ്പുണ്ട്, പിന്നെ കുറേ കുരങ്ങന്മാരും വരുമ്പോൾ ഒരു 100 കുരങ്ങന്മാരൊക്കെ വരും. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഡോറയ്ക്ക് ഇപ്പോൾ ഒരു ബോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡോറ ഫുട്ബോൾ കളിക്കാനുള്ള ഒരുക്കത്തിലാന്ന് തോന്നുന്നു. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലുള്ള കണ്ടോ, വാലാട്ടുന്നുണ്ടോ, ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനത്തെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തരൂല. അത് നമ്മൾ വാങ്ങാൻ ശ്രമിച്ചാലും കടിച്ചു പിടിക്കുകയോ ചെയ്യുക, തരുവേയില്ല. പക്ഷെ നല്ല മോളാണ് കേട്ടോ ഡോറ, നല്ല അനുസരണയ്ക്കുള്ള നല്ല മോളാണ്. പൊതുവേ ലാബ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ടും പെട്ടെന്ന് ഇണങ്ങുന്ന കൂട്ടത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഡോറേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പറഞ്ഞാൽ അതുപോലെ അനുസരിച്ചോളും. പക്ഷെ പണ്ടത്തെ പോലെ ഇപ്പോൾ എടുത്ത് പൊക്കാനൊന്നും പറ്റുന്നില്ല, കാരണം കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് എന്താ പറയുക, എടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലൊരു വീടുണ്ട്, അവിടെ ഒരു ചേച്ചീൻ്റെ വീടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ആ പ്രകൃതി ഭംഗിയൊന്ന് ആസ്വദിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഡോറയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. നല്ല ഭംഗിയുള്ള പ്ലേസാണേ. ആ വീടിൻ്റെ മുമ്പിലായിട്ട് ആ ഒരു പൂവ് കൂടി വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ റോസ് കളറ്, വയലറ്റ്, വൈറ്റ്, റെഡ്, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ അവിടെ ബോഗൺവില്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. പൊതുവേ ഡോറൊക്കെ പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഞാൻ കോസ്മസ് പറഞ്ഞ പൂ അറിയില്ല നിങ്ങൾക്ക്, ആ കോസ്മസൊക്കെ പറിച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഡോറ കഴിച്ചാൽ അതൊറ്റ കഴിക്കലാണ്. പുള്ളിക്കാരി ഭയങ്കര സൗന്ദര്യ സംരക്ഷണമൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നു. ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും കടിച്ച് തിന്നുന്നത്. പുള്ളിക്കാരി ഫ്രൂട്ട്സ് കഴിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതുപോലെ തന്നെ ഫ്ലവേഴ്സും കഴിക്കും. അപ്പോൾ കണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഓട്ടോ ചേട്ടൻ വന്നു. വൈകു ഡോറയും കൊണ്ട് ഓട്ടോയിലൊക്കെ കയറി. ഞാൻ അവരുടെ മുമ്പിൽ തന്നെ വണ്ടി എടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിലെത്തി. ഞാൻ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓട്ടോ അവിടെ എത്തിയത്. ഡോറ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നല്ല കുട്ടിയായിട്ട് ഡോറ ഓട്ടോ തന്നെ അനങ്ങാതെ ഇരിപ്പായിരുന്നു, കാഴ്ചയൊക്കെ ആസ്വദിച്ചിട്ട്. അവിടെ എത്തി ഉടനെ തന്നെ ഡോറ പുറത്തേക്ക് തുള്ളി. പക്ഷെ അവിടെ ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 9 മണിക്ക് തന്നെ എത്തി. പക്ഷേ അവിടെ ഹോസ്പിറ്റൽ തുറക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവുമെന്നാണ് അവിടെ അന്വേഷിച്ച് പറഞ്ഞത്. ഡോക്ടർ എത്താൻ വേണ്ടി 9:30 ആവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അവിടെ ചുറ്റുപാടൊക്കെ ഒരുപാട് തെരുവ് നായ്ക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോറേനെ കുറിച്ചൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ആ ഡോഗിനെയൊക്കെ കാണുമ്പോൾ ഡോറ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ കടിച്ച് അങ്ങോട്ട് ഓടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ വൈകുവിനോട് പറഞ്ഞു, ഏതായാലും തുറക്കുന്നത് വരെ നമുക്ക് അടുത്ത് തന്നെ നിൽക്കുക, ദൂരെയൊന്നും പോകണ്ടെന്ന് ഞാൻ വൈകുവിനോട് പറഞ്ഞു. ഡോറക്കും ബോറടിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ പൊതുവെ കളിക്കാനാണ് ഡോറയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് ഡോറ മടുത്തോണ്ടാവണം വീണ്ടും ഓട്ടോയിൽ തന്നെ കയറി അവിടെ തന്നെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. ഞാനും വൈകിയോട് പറഞ്ഞു, ഏതായാലും കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. പുറത്തും വെയിലല്ലേ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് സമയം ഇന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഡോറ. ഓട്ടോ ചേട്ടനോടും അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ഡോറ നിന്ന് കേട്ടോ. കാരണം അങ്ങനെ കടിക്കാനോ അല്ലെങ്കിൽ കുരച്ച് ഇതാക്കാനോ ഒന്നും ഡോറ മെനക്കെട്ടില്ല. പൊതുവേ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ ഡോറ ഭയങ്കര കുരയായിരുന്നു. പക്ഷേ ഇവരോട് അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് കണ്ടത്. കുറച്ച് അടുപ്പമുണ്ട് അറിയുന്ന ആൾക്കാരുടെയൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് അവിടെ കുറച്ച് അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ഗ്രൗണ്ടിൽ ഫുട്ബോളൊക്കെ കളിക്കുന്ന പ്ലേസാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. എങ്കിലും ഡോറൊക്കെ അവിടെ പോയിട്ട് കുറച്ചൊന്നും കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ ഡോറേൻ്റെ കാർഡാണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ വൈകുവാണ് കാണിക്കാൻ വേണ്ടി വന്നത്. ആ സമയത്ത് അവിടുന്ന് ഡോക്ടർ കൊടുത്ത കാർഡാണ്. അപ്പോൾ ഇതിന് അടുത്ത തവണ വരുമ്പോൾ അത് കൊണ്ടുവന്നാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോറ ഇതാ വീണ്ടും ഓട്ടോയിൽ തന്നെ കയറി ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഡോറക്ക് എന്തോ ഒരു മടുപ്പാന്ന് തോന്നുന്നു ഇങ്ങനെ ഇരിക്കാൻ. അവൾക്കിങ്ങനെ ഓടിച്ചാടി കളിക്കണം. പക്ഷേ അവിടെ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലല്ലോ. ഒരു ഇടുക്കം പോലുള്ള സ്ഥലമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും ഇതാ ഓട്ടോ തന്നെ കയറി അവിടെ ഇരിപ്പുറപ്പിച്ചു. സാരമില്ല, കുഴപ്പമില്ല. ഞാനും ഏതായാലും ഇങ്ങനെ കാത്തു നിൽക്കുക. ഡോക്ടർ എത്തിയിട്ട് വേണം ഇവളെയും കൂട്ടി അങ്ങോട്ടേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സൂചിയൊക്കെ കുത്തുമ്പോൾ കുരക്കുമാവോ. ഞങ്ങളങ്ങനെ ഇതാ ഡോക്ടർ എത്തി. ഞങ്ങളിവിടെ ബാക്ക് സൈഡിലൂടെയാണ് അവിടത്തേക്ക് പോകേണ്ടത് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ വേറെ ഒരു ഡോഗും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി. അപ്പോൾ ആ കൊണ്ടുവന്ന അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞു അത് കുറച്ച് വയലൻ്റാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡോറേനെ വളരെ കെയർ ആയിട്ടാണ് പിടിച്ചത്.
അവർ പറഞ്ഞ് പേടിക്കേണ്ട ഞങ്ങളിവരെ കൂട്ടിലാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സമാധാനമായി. കാരണം കൂട്ടിലാണെങ്കിൽ പിന്നെ അത്ര പേടിക്കാനില്ലല്ലോ. അത് നിങ്ങൾക്കതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. കുറച്ച് ഉള്ളോട്ടായിട്ട് ഉണ്ട്, കൂട്ടിൻ്റെ ഉള്ളിൽ അത് ഇരിക്കുന്നുണ്ട്. കുറച്ചൊന്നല്ല, അത് ഭയങ്കര വയലൻ്റ് ആയിരുന്നു, ഒരേ കുരയായിരുന്നു.